ആയുസ്സും ആരോഗ്യം തന്ന് ഒരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമ്മെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. ദൈവമക്കളെ, ഇന്ന് പ്രത്യേകമായിട്ട് നന്ദി പറയുമ്പോൾ പ്രാർത്ഥനാ നിയോഗമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ നമുക്ക് ദൈവകരങ്ങളിൽ കൊടുത്ത് ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഒരു കുടുംബം തകരുമ്പോൾ ഒരു തലമുറ തകർന്നു പോവുകയാണ്. ദൈവമക്കളെ, ഹഗായി പ്രവാചന പുസ്തകം 2-ാം അധ്യായത്തിലെ 9-ാം തിരുവചനം, യെശയ്യാ പ്രവാചന പുസ്തകം 61-ാം അധ്യായത്തിലെ 4-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ആലയത്തിന്റെ പൂർവ്വ മഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. ഈ സ്ഥലത്ത് ഞാൻ വീണ്ടും ഐശ്വര്യം പ്രദാനം ചെയ്യും. ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, പ്രത്യാശിക്കുന്ന മക്കളോട് ദൈവം പറയുകയാണ്, നിന്റെ ഏതവസ്ഥയിലും നിന്നോടൊപ്പം യാത്ര ചെയ്യുവൻ. കാരണം പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായിട്ടുണ്ടായ വിനാശങ്ങൾ ഞാൻ പരിഹരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ദൈവമക്കളെ നമ്മുടെ കൂടിയുണ്ട്. നീ തകർന്നവനാണോ? നീ തളർന്നവനാണോ? നിന്റെ കുടുംബത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയോ? നീ കരയുന്ന ജീവിതത്തിന്റെ ഉടമയാണോ? ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്. പൂർവ്വ മഹത്വത്തെക്കാൾ ഉന്നതമായിട്ട് തരാൻ പോകുന്ന ഐശ്വര്യം നിന്റെ കണ്ണുകൾ കൊണ്ട്, ജീവിതം കൊണ്ട് നീ അറിയും, അനുഭവിക്കും. മക്കളെ, നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്.